ഓൾറെഡി ഉള്ള ചിക്കൻ നമ്മൾ ഒരു കേരള ഒരു ചിക്കൻ പെരട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എണ്ണയിട്ട് കൊടുക്കാം. ഉണ്ടായിരുന്നു കുറേ ഉണ്ടല്ലേ? നല്ല ഒരു സൈഡ് ഇച്ചിരി ആകുമ്പോഴത്തേക്കും മറച്ചിടും. കംപ്ലീറ്റ്ലി ഫ്ലിപ്പ് ചെയ്യും. റോസ്റ്റ് ആയി തുടങ്ങി. നമ്മൾ ഹാഫ് റോസ്റ്റ് ആയിട്ട് നമുക്ക് പുതിയ പാത്രത്തിലേക്ക് മാറ്റുന്നു. ചിക്കൻ ബ്രൗൺ കളറിലോട്ട് വരും. ഇട്ടുള്ളൂ ഇച്ചിരി കൂടെ അത് കഴിഞ്ഞ് ഒരു ഫുൾ അതേപോലെ വെളുത്തുള്ളി ഇച്ചിരി ഓക്കെ ഓക്കെ മതിയോ ബോസ്? ഓക്കെ ബോസ്. പൗഡറും നോർമൽ ചില്ലി പൗഡറും ഗരം മസാലയും ഇട്ടു. നോർമൽ മുളക് പൊടിയാണ്. നോർമൽ മുളക് പൊടി കുറച്ച് ഇടുന്നത് കാരണം കാശ്മീരിയാണ് കൂടുതൽ കളറിന് വേണ്ടി. ഈ ചില്ലി പൗഡറാണ് കുറച്ച് എക്സ്ട്രാ ഇടുന്നത്. നമുക്ക് കറി നല്ല റെഡ് കളർ കിട്ടും. ഓക്കെ, അടുത്ത മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കൂടുതൽ ഈ കറിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. വേണം ഇത് അത്ര ചിക്കനില്ലേ? പെരിഞ്ചീരക പൊടി നമ്മൾ കുറച്ചിട്ടുണ്ട്. പഞ്ചസാര ആഡ് കൊടുത്തിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഉപ്പ് എന്നാൽ മതി എന്നാണ് വിശ്വസിക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് ഉപ്പും ഇട്ടുണ്ടോ? നമുക്ക് അതിലോട്ട് ചിക്കൻ ഇടാം. അപ്പോൾ അതെ, അത് കലർന്നെടുത്ത വെള്ളവും എണ്ണയും എല്ലാം ഉണ്ട് അതിൽ. ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുന്നു. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ച് ഇതിനെ തിളയ്ക്കാൻ വെക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് ഫൈനൽ നമ്മുടെ കറി. സൂപ്പർ. ഇവിടെ പിടിക്കാൻ വേണ്ടി ഇടുവാണ്. അത് തിക്ക് ഗ്രേവി.